കുടിക്കാൻ എന്തുണ്ടാക്കും? ചായ മതിയാ? അവരോട് ചോദിച്ചിട്ട് എന്താ ഉണ്ടാക്കാം. പാലുണ്ടോ? പാലൊക്കെ ഉണ്ട്. നല്ല മരണ്ടാന്ന് പറ. ആവശ്യമില്ലാതെ അല്ല എന്നോട് ആ തിരിവ് തിരിഞ്ഞു എന്നല്ലേ വിളിച്ചു പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഇപ്പൊ എത്ര സമയല്ലേ ഞാൻ റോട്ട് കയറിക്കാൻ പറഞ്ഞല്ലോ എന്നോട്. ഇപ്പൊ നേരെ പോയിട്ടുണ്ടെങ്കിലോ? അല്ല ഞാൻ നമ്മുടെ ഗേറ്റിൽ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്, ആ നീല ഗേറ്റ്. ഒന്നര വിളിച്ചു നോക്കിയേ. ഇപ്പൊ വിളിച്ചിട്ട് വെച്ചല്ലേ ഉള്ളൂ. എനിക്ക് തോന്നുന്നു നേരെ പോയി കാണൂട്ടോ. വണ്ടി വരുന്നു. വലിയ വണ്ടിയാണല്ലോ. അത്ര കൊണ്ടൊന്നുമല്ല. വളവളൊന്നും പറയാൻ കേട്ടോ. നമസ്കാരം. ഓക്കെ സാർ. നമസ്കാരം സാർ. നമസ്കാരം. കുടിക്കാൻ ചായ കാപ്പി ഇല്ലില്ല ഏതും വേണം. சாப்பிட்டோம் நம்ம வந்து தமிழ்ல ஒரு புது படம் பண்ண நினைச்சிருப்போம். സാറ് പുതിയ സിനിമ புதுசா பண்ண போறோம். அப்போ நம்ம விக்ரம் சார் தான் ஹீரோ. വിക്രമ அண்ணியன்ல அம்பி விக்ரம். அதான் மலையாளத்துல எல்லாம் நடிச்சிருந்தீங்க. அதான் அவங்களுக்கு தான் ஹீரோ. அப்போ அதுல வந்து ஒரு புதுசா சிங்கரை இன்ட்ரோடியூஸ் பண்ணணும்னு ரொம்ப ஆசை இருந்தது. அப்போ அங்கே நிறைய ஆள் இருக்கா, அங்கே ஆடிஷன்ல பண்ணி பார்த்தேன். ஆனாலும் அப்படியே இருந்தப்போ தான் இவங்க பாட்டேஸ் முலையில் பார்த்தோம். ഞാന് അവരുടെ ഹസ്ബൻഡ്. நீங்க ஹஸ்பண்டா? എന്റെ സിസ്റ്ററാണ്. அண்ணன் நீங்களே? ഞാൻ മാമൻ. அம்மாவன் தாய்மாமன். ஓகே பெரியவர். அப்போ அது பாட்டை எனக்கு ரொம்ப ரசிச்சோம். இவங்களை கொண்டு கொஞ்சம் அது பாட்டே படிக்கணும்னு நினைச்சிட்டு இருப்போம். തമിഴിലടി തമിഴില് പാടണം. തമിഴ് പാട്ട് ഏതാവത്? തമിഴെന്നല്ല, അവള് ഹിന്ദി, ഉറുദു, അറബി ഏത് ഭാഷയും പറഞ്ഞു കൊടുത്താൽ ഏതും പാടും. ഇത് തെരിഞ്ഞ പാട്ട് ഏതാവത് ഇരുന്നാ ഒരു 4 വരി തമിഴ് അറിയോ? നിങ്ങളൊന്ന് ഇതാക്കല്ലേ, ഒന്ന് ആലോചിക്കട്ടെ. അന്നത്തെ മോളെ ബർത്ത്ഡേക്ക് പാടി അത് പാടും. അറിയണത് പാടണട്ടാ. கூச்சப்படாத பாடுங்க. கண்மணி அன்போடு காதலன் நான் எழுதும் கடிதமே, பொன்மணி உன் வீட்டில் சௌக்கியமா, நான் இங்கு சௌக்கியமே, உன்னை எண்ணி பார்க்கையில் கவிதை கொட்டுது, அது எழுத நினைக்கையில் வார்த்தை முட்டுது, ஓஹோ கண்மணி அன்போடு காதலன் நான் எழுதும் கடிதமே. ഒരു പാട്ട് போதும் வாய்ஸ் பாட்டு கேட்டில்லையா? சூப்பரா இருக்கு. ശരിയല്ലേ? நல்லா பாடிட்டேன். ஒரு பாட்டு முழுசா பாடுறதுக்கு அதுமே கொஞ்சம் பிரச்சனை இருக்கா, அதனால நம்ம எல்லாம் சரி பண்ணிக்கலாம். போதும் இல்லையா? ഹാപ്പി தானே நீங்க? ഓക്കെ, പാട്ടിന്റെ ഈ എല്ലാ തെറ്റുകുറ്റങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. അല്ല, അത് പറഞ്ഞു കൊടുക്കുന്ന ആള് ഞാനാണ്. ഓ നീங்களா? நீங்க குருவா? நீங்க பாடுமா? ഇല്ല, ഞാൻ പാട്ട് കേൾക്കും. ரசிக அதெல்லாம் பிரச்சனை கிடையாது. இன்னொரு 2 நாள் முன்னாடி அங்க வந்துட்டு எல்லாமே நம்ம அமைதியா பண்ணலாம். അല്ല, അത് സാറ് വിചാരിച്ചാൽ നടക്കുന്നറിയാം. കാരണം അത്രയും ഫേമസ് ആയ ആള് സാറിന്റെ പടത്തിലെ കുട്ടിക്ക് പാടാൻ പറ്റാ പറഞ്ഞ ரொம்ப ഭാഗ്യം. എവിടെ വരണം സാർ? ഇത് சென்னையில வரோம். அங்கதான் தமிழ் படம் இல்லையா? அங்கதான் பண்ண வேண்டியது. ചെന്നൈയില് തമിഴല്ലേ? அதாவது பிரச்சனை இருக்குங்களா? ചെന്നൈയിലൊക്കെ വരണമെങ്കിൽ ഇവിടുന്ന് ഒരുപാട്. ஐயே அதெல்லாம் பற்றில நீங்க கவலைப்படாத. நீங்க ஓகே சொன்னிச்சுன்னா அங்க இருந்து நீங்க எத்தனை பேர் வரோம்னு சொல்ல போதும் ஃப்ளைட் டிக்கெட் எல்லாமே ஆரம்பிச்சு. ഫ്ലൈറ്റ് ടിക്കറ്റ് அதெல்லாம் என்னோட மேனேஜர் കേരളത്തിലെ കാര്യങ്ങളൊക്കെ ഞാനാണ്. സന്തോഷം. நீங்க அதை பற்றி எதுவும் கவலைப்பட வேணாம், எல்லாமே ஏற்பாடு. അപ്പൊ ഇത് എന്ന് വേണ്ടിവരും സാർ? அது வந்து ரொம்ப தூரம் கிடையாது, ஒரு நெக்ஸ்ட் வீக்ல பண்ணிக்கலாம். എന്ത് കണ്ടം? ഞാനങ്ങനെ പാട്ടൊന്നും പഠിച്ചിട്ടില്ല. അല്ല അത് ഞാൻ പറഞ്ഞിട്ടുണ്ട് അത്. ஐயோ அம்மா அப்படி எல்லாம் கிடையாது. நான் ஜானகி என்ன பாட்டு படிச்சுட்டா இவ்வளவு பாடி இருக்கு. எவ்வளவு பாட்டு பாடி இருக்கு.
സാറേ പേടിയാണ് പേടി. അല്ല സാറേ മേടയിലൊന്നും പാടി പഴക്കമില്ലേ? അതെല്ലാം കിടയാതെ ആർക്കില്ല. അതല്ല സാർ, അവൾ ഉദ്ദേശിച്ചത് സംഗീതം ഒരുപാടൊന്നും പഠിച്ചിട്ടില്ല, കുറച്ചേ പഠിച്ചിട്ടുള്ളൂ എന്ന് പറയാം. കുറെ അറിയാം. நீங்க கொஞ்சம் கத்து கொடுத்துட்டீங்களா? പിന്നെ அப்புறம் என்ன இப்ப இவ்வளவு ஈஸியா அழகா பாடி இருக்கீங்க. അല്ല ഈ പാട്ട് എഴുതിയത് മലയാളത്തിലാക്കിയിട്ട് കൊടുക്കാൻ പറ്റില്ല. അത് മുമ്പ് കൊടുത്താ ഇവിടുന്ന് പഠിച്ചിട്ട് വരാം. இல்ல அது தேவையில்லை. அங்க வரவு இல்லையா 2 நாள் அங்க இருந்துட்டு கொஞ்சம் அமைதியா ரிஹர்ஸ் பண்ணிட்டு எல்லாம் அதுக்கெல்லாம் ஏற்பாடு உண்டு. ചെന്നൈയിൽ നമുക്ക് ഹോട്ടലൊക്കെ எல்லாமே ஏற்பாடு അല്ല எல்லாமே 5 ஸ்டார் ഫെസിലിറ്റി അതൊക്കെ ഉണ്ട് അതൊക്കെ ഉണ്ട്. തങ്ങണമല്ലേ? പിന്നെ ഇവിടെ നിന്ന് നമ്മള് ഈ പ്ലെയിൻ കയറാനായിട്ട് എയർപോർട്ടിലേക്ക് എങ്ങനെ? நீங்க இங்க വണ്ടി അയക്കും വണ്ടി അയക്കും. പിന്നെ സാറിന്റെ உங்களுக்கு இருக்கில்லையா? സാറിന്റെ മറ്റേ ഒരു പാട്ട് എനിക്ക് ഇപ്പോഴും എന്റെ മനസ്സിലുണ്ട്. സാറ് മറ്റേ കിളിയെ കൊഞ്ചും കിളിയെ, അത് நீங்க அதெல்லாம் ஞாபகம் வச்சிருக்கீங்க. பிரபு சார் குஷ்பு அம்மா நடிச்சு ഞാൻ കരഞ്ഞു അത് കേട്ടിട്ട്. ഫീല് ഭയങ്കര பண்ணிட்டு இருக்கும்போது நானே அழுதுட்டேன். அவ்வளவு ஃபீல். ഒരു ഫോട്ടോ വന്നെടുത്ത് സാറിന്റെ കൂടെ ഇരുന്നോട്ടെ. ഓക്കെ റെഡി? ഓക്കെ. എടുത്തോളാം, നമ്മുടെ സാറല്ലേ. നീ ഇരിക്ക്. എല്ലാവരും சரி நிக்கணுமா? ഇല്ല. എന്തായാലും സന്തോഷായി. തങ്ക ആ പാട്ടാണ് പാടിയപ്പോ അയാളുടെ കണ്ണു നോക്കിയോ? എനിക്കില്ലേ എന്റെ ഈ രോമൊക്കെ ഇങ്ങനെ എഴുന്നേറ്റുന്നു. അത്ര ഗംഭീരമായിട്ട് പാടിയോള്. ഇവള് ഇങ്ങനെ പാടുന്നുള്ള എനിക്കറിയില്ല. അതെ, ഏട്ടന് അങ്ങനെ തോന്നണതാ. ആ ഡയറക്ടറൊക്കെ ഒരു ദിവസം എത്ര പാട്ട് കേൾക്കണത്, അയാൾക്ക് ഇതൊക്കെ സാധാരണ കാര്യാ. സാധാരണ കാര്യ ഇവള് പാടിയതാ. എടി ഇവളുടെ ശബ്ദം നല്ലതല്ലെങ്കിൽ ഒരിക്കലും അയാളെ പോലെ ഒരാൾ അവിടുന്ന് വണ്ടി വിളിച്ചത് നമ്മുടെ വീടന്വേഷിച്ച് വരേണ്ട ഒരു കാര്യമില്ല. അല്ല, അത് ശരിയാണ്. കാരണം ആ വീഡിയോയിൽ നല്ലോണം പാടിയിട്ടുണ്ടല്ലോ. ആ പക്ഷെ എനിക്കൊരു കാര്യം പറയാനുള്ള എന്താന്ന് പറയുമ്പോ ഏട്ടാ, നമ്മളെ കൂടുതലൊന്നും പ്രതീക്ഷിക്കരുത്. അതായത് ഈ മൈക്കിലൊക്കെ പാടുമ്പോഴേ ചിലപ്പോ ശബ്ദം വേറെ ആയിപ്പോവും. അങ്ങനെയുണ്ട്. ആ ശബ്ദം കൊള്ളൂല്ലെങ്കിൽ അവര് തിരിച്ചു പറഞ്ഞു വിടും. നിനക്ക് എന്താ അറിയോ? നിനക്ക് അസൂയാണ്, നല്ല മുട്ടൻ അസൂയ. സൗണ്ട് എഞ്ചിനീയർ നീയല്ലല്ല, അത് അയാളല്ലേ അല്ലേ? അതൊക്കെ അയാൾക്ക് അറിയാം. അത്തരം കാര്യങ്ങളൊക്കെ അയാൾക്ക് അറിയാന്നുള്ളതുകൊണ്ടാണ് അയാൾ ഇവിടെ വന്നത്, ഗംഭീരമായിട്ടുണ്ട് പാടിപ്പിക്കാന്നും പറഞ്ഞത്. അത് എന്റെ അസൂയൊന്നും അല്ല ഏട്ട, സത്യമായിട്ട് ഞാൻ ടി വിയിലൊക്കെ കണ്ടിട്ടുണ്ട്. ഈ ഓരോ നടന്മാരും നടിമാരൊക്കെ പാട്ട് പാടൂലേ, അവരുടെ ശബ്ദം കൊള്ളൂലെങ്കിലും നന്നാക്കാനുള്ള സാധനമുണ്ട് ഈ സ്റ്റുഡിയോയില്. നീ ഒന്നും മിണ്ടാണ്ടെന്നേ. നിനക്ക് അസൂയാണ്, അതാണ് കാര്യം. വേറെ ഒന്നുമില്ല. നിനക്ക് ഇതിലൊരു സന്തോഷമില്ല. എനിക്ക് നല്ല സന്തോഷമുണ്ട്. ഞാൻ എടുത്ത വീഡിയോ അല്ലേ വൈറലായത്, അതുകൊണ്ട് അപ്പൊ എനിക്ക് സന്തോഷമാണ്. അവൾക്ക് ഇങ്ങനെ ഒരു അവസരം വന്നു കഴിഞ്ഞപ്പോ ബാക്കി എല്ലാവർക്കും സന്തോഷമാണ്, നിനക്ക് മാത്രം എന്താ അങ്ങനെ? എനിക്ക് നല്ല സന്തോഷമുണ്ട്. ഞാൻ എന്താന്നറിയാമോ, ഇപ്പൊ നമ്മൾ ഇവിടുന്ന് ഒരുപാട് പ്രതീക്ഷിച്ചിട്ടൊക്കെ അങ്ങോട്ട് പോയിട്ട് അവസാനം ഒന്നും കിട്ടാതെ തിരിച്ചു വരുമ്പോ നാത്തൂന് വിഷമാവുമല്ലോ. അതുകൊണ്ട് ഞാൻ കുറച്ച് ഇങ്ങനെ പ്രതീക്ഷ കുറച്ച് മതി എന്ന് പറഞ്ഞതാ. മാത്രല്ലേടി അവളൊരു പാട്ടങ്ങട് പാടിയിട്ട് മറ്റേ വിക്രമൊക്കെ അഭിനയിക്കണ പടല്ലേ, ഭയങ്കരമായിട്ടുള്ള വലിയ റിലീസൊക്കെ ഉണ്ടാവും. ഹിറ്റായി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ പൈസ ഇഷ്ടം പോലല്ലേ അവസരങ്ങൾ വന്നുകൊണ്ടേയിരിക്കും. എടി നിനക്ക് പറഞ്ഞൂടെ, ഗായിക തങ്കത്തിന്റെ നാത്തൂനാണ് ഞാൻ, ഏട്ടനാണ്, അതിൽ കിട്ടുന്ന ഒരു അഭിമാനം, അതിലും വലുത് എന്താണ്? അല്ല, നമുക്ക് സന്തോഷമൊക്കെ ആയിരിക്കും. പക്ഷെ ഈ സിനിമയിലൊക്കെ പോയിട്ട് വെറുതെ ചീത്തപ്പേരായിട്ടാ നാട്ടുകാർ ഓരോന്നൊക്കെ പറയും. ഒരു ചീത്തപ്പേരും ഇല്ല. ചീത്തപ്പേര് സിനിമയിൽ മാത്രമല്ല, നാട്ടിൽ ഇഷ്ടം പോലെ ഉണ്ടല്ലോ. അതൊക്കെ ആളുകളുടെ ആറ്റിറ്റ്യൂഡ് അനുസരിച്ചിരിക്കും. വെറുതെ അതൊന്നും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നീ ഒരു കാര്യം ചെയ്യ്, എൻ്റെ ഡ്രസ്സ് എടുത്തിട്ട് പാക്ക് ചെയ്ത് വെക്കി. എന്തിന്? അപ്പൊ ചെന്നൈ പോട്ടെ. ചെന്നൈ പോണോ? നാത്തൂനല്ലേ. അവളെ കൂടെ ചെല്ലാൻ പറഞ്ഞിട്ട് ഞാൻ പോണം. പിന്നെ അതിന്റെ ആവശ്യമൊന്നുമില്ല. നാത്തൂന്റെ ഭർത്താവുണ്ട്, അവര് പൊക്കോളും. ആരെ? ക്ലീറ്റസിന്റെ കൂടെ? ആ, അവന്റെ കൂടെ അവളെ കൂടെ എനിക്ക് താല്പര്യമില്ല. നിങ്ങക്ക് താല്പര്യമില്ല എന്നും പറഞ്ഞു ഞാൻ പോണുണ്ട്. അതന്നെ. അതെങ്ങനെ അങ്ങനെ ശരിയാണേ? അത് പറ്റില്ല. എനിക്ക് ഇവിടെ ഒറ്റയ്ക്ക് നിൽക്കുമ്പോ വല്ല തലവേദനയോ പനിയൊക്കെ വന്നാ എന്നെ ആശുപത്രി കൊണ്ടുപോകും. ആ പിന്നെ ഞാൻ ഇവിടുന്ന് ഇറക്കുമ്പോഴേക്കും നിനക്ക് തലവേദന പനിയിട്ട് വരികയാണ്. ആ ചിലപ്പോ വരും. ആ അങ്ങനെ അമ്മാവനെ വിളിച്ച അമ്മാവുണ്ടല്ലോ അവിടെ. ആ എന്നാ പിന്നെ അമ്മാവനോട് പോകാൻ പറയാം ചെന്നൈയില്. ഈ കണ്ണ് കടപ്പില്ലാത്ത അമ്മാവനെ വിളിച്ചിട്ടാണോ ചെന്നൈക്ക് കൊണ്ടത്? അപ്പൊ ഈ കണ്ണില്ലാത്ത അമ്മാവനാണോ എന്നെ നോക്കേണ്ടത്? എന്നോട് ഏട്ടൻ പോണ്ട. ഞാൻ പോവാതെ പിന്നെ? അതല്ല, എനിക്ക് ഏട്ടനെ പിരിഞ്ഞിരിക്കാൻ പറ്റും. എന്റെ ജമന്തി, നിനക്ക് എന്താണെന്നറിയാമോ? നിനക്ക് അസൂയ. എടി അസൂയ അങ്ങോട്ട് മൂത്ത് വീർത്ത് 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 വന്നിട്ടാണ് പൊട്ടിത്തെറിച്ച് പോകും അവസാനം കേട്ടാ.
എനിക്ക് അതിൽ മേടം ഉണ്ടാക്കണ്ട. എനിക്ക് അസൂയൊന്നുമില്ല. എനിക്ക് എന്റെ ഭർത്താവിനോട് ഇഷ്ടമുണ്ട്. അതുകൊണ്ട് ഈ 2-3 ദിവസം ഏട്ടൻ എന്നെ ഇട്ടിട്ട് പോകണ്ട. നീ ആദ്യം ഞാൻ പറഞ്ഞ കാര്യം ചെയ്യും. സംഗീത സംവിധായകൻ ത്യാഗു ഇങ്ങോട്ട് വന്നിട്ട് തങ്കത്തിനോട് പറഞ്ഞ് തമിഴിലൊരു 4 വരി പാടാൻ. അവള് തമിഴിലെ കൊണ്ട് ഒരു വാലക്കലക്കി ഇട്ട് കൊടുത്തു. പുള്ളി ഞെട്ടിപ്പോയില്ലേ അവളെ പാട്ട് കേട്ടിട്ട്. അപ്പൊ തന്നെ ഫിക്സ് ചെയ്ത്. അങ്ങനെയാണ് ഇനിയിപ്പോ റെക്കോർഡിങ്ങിന് എന്തായാലും ഇനിയിപ്പോ കുറെ ദിവസം ഞാൻ ചെന്നൈയിലായിരിക്കും. ഞാൻ പാർട്ടിയിൽ നിന്ന് ലീവ് എടുത്തിട്ടുണ്ട്. പ്രസിഡന്റിനോട് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. വിക്രമത്തിന്റെ പടമാണ്. വിക്രമാണ് നായകൻ. വിക്രമത്തിന്റെ പടം. ആ വിക്രം ഒരു പാട്ട് പാടുന്നുണ്ട് ആ സിനിമയിൽ. അത് ശരി. അല്ല സാറേ, ഒരു പാട്ട് പാടി എന്ത് കിട്ടും? എന്തോ കിട്ടാൻ? കാശ്. പൈസക്കൊന്നും അല്ല. ഇതിപ്പോ നമ്മള് അവര് വിളിച്ച് നമുക്കൊരു ഓഫർ തരണല്ലേ. എന്റെ പൊന്ന് സാറേ, അബദ്ധം കാണിക്കല്ലേ. തമിഴിലൊരു പാട്ട് പാടിയാ 5 ലക്ഷം 6 ലക്ഷം രൂപ ഇവിടെ കിട്ടുന്നുണ്ട്. ആര് പറഞ്ഞു? ഞാൻ കഴിഞ്ഞ ആഴ്ച മാഗസിനിൽ വായിച്ചതല്ലേ. അങ്ങനെ സാർ ഒരു കാര്യം ചെയ്യുക, ഒരു 5 ലക്ഷം ചോദിക്കുക, ഒരു 2.5-3 കിട്ടാതിരിക്കില്ല. അത് പ്രത്യേകിച്ച് വിക്രമന്റെ പടമാണ്. അല്ലാതെ ഇവിടെ പുതിയതായിട്ടൊക്കെ ഫീൽഡിൽ വന്ന ആളല്ലേ. സൗണ്ട് കേട്ടില്ലേ അവര് വന്നത്? അത് കേട്ട് സാറിന്റെ വൈഫിന്റെ സൗണ്ട് കേട്ടിട്ടല്ലേ ഈ ത്യാഗു സാറ് വന്നത്. അതെ അതെ അതെ. അപ്പൊ അവർക്ക് ആ സൗണ്ട് വേണം. ഒരു സാർക്ക് ഒരു കാര്യം അറിയും, ചെന്നൈയിലത്തെ വാനമ്പാടിയായിട്ട് സാറിന്റെ ഭാര്യ പോയി. അപ്പോ ഇപ്പൊ തന്നെ ഒരു 30 ലക്ഷം പേര് കേട്ട് കഴിഞ്ഞു. 30 പോരാതുകൊണ്ട് ഞാനും കേട്ടിരുന്നു. പിന്നെ ചോദിക്കല്ലേ, ധൈര്യമായിട്ട് ചോദിച്ചു സാറ്, കാശ് കിട്ടാതിരിക്കില്ല. സാറായിട്ട് സാറിന്റെ വൈഫിന്റെ മാർക്കറ്റ് കളയും. എനിക്കത്ര പറയാം. ഈ ഷർട്ട് വേണ്ടടി. എന്തേ ഷർട്ടിന് കുഴപ്പം? അത് മറ്റതും മതിയെന്നേ. പിന്നെ നോക്ക് 4 വീട്ടിടാനുള്ളൊക്കെ എടുത്തിട്ടുണ്ട്. ആര് വീട്ടില്? ചെന്നൈയില് നിനക്ക് വീടുണ്ടോ? നമ്മള് ഹോട്ടലിലാണടി. അല്ല, ഹോട്ടലാണ് ഉദ്ദേശിച്ചത്. വീട് ബ്ലൗസ് എവിടെ? അത് വേണ്ട, അത് തുടങ്ങി കുത്തുമ്പോഴത്തേനും കുത്തണ്ടെന്ന് പറഞ്ഞ. ഇവളുടെ ലീവ് പറയാനായിട്ട് ഞാൻ സ്കൂളിൽ ചെന്നേ. അപ്പൊ പ്രിൻസിപ്പൾ എന്നോട് പറയാണ് ഇവള് ഒരു ദിവസം അവിടെ കൊണ്ടുപോകുന്നത് ഗസ്റ്റ് ആയിട്ട്. എന്നെയോ? എത്രയോ PTA മീറ്റിങ്ങിന് തേരാപ്പാര അവളവിടെ പോയിരുന്ന ആർക്കും വേണ്ട. ഇപ്പം ഷൈൻ ചെയ്യാൻ നോക്ക്. അല്ലടി, ആ യുവമാരത്തൂരെ വിളിച്ചില്ലല്ലോ. അവര് വിളിച്ചല്ലോ. ആരെ? ഇപ്പൊ കുറച്ചുമ്പോ വിളിച്ചവര്. ആണോ? ഇതിലാ എന്നെ വിളിച്ചെന്ന്. നിന്നെ വിളിച്ചോ? അതെ, എന്നെ വിളിക്കാത്തവര്. എന്നെ വിളിച്ച് കിട്ടി കാണൂല. എടാ, ഇവിടുന്ന് എപ്പോ പോണ്ടി വരും? 6 മണിക്ക് ഇറങ്ങണം. 6 മണിക്ക് വണ്ടി വരുമോ? രാവിലെ 6 മണിക്ക് വണ്ടി വരും. നേരത്തെ കിടന്ന് ഉറങ്ങിക്കോ, രാവിലെ പോണം. അല്ല, ഞാനേ അവരോടൊരു കാര്യം എനിക്ക് ചോദിക്കാനുണ്ടായിരുന്നു. എന്തുവാ? അല്ല, ഒന്നുമില്ല. പിന്നെ നമ്മൾ ചെന്നൈ എയർപോർട്ടിൽ ചെന്ന് ഇറങ്ങി കഴിയുമ്പോ നമ്മളെ പിക്ക് ചെയ്യാനായിട്ട് അവിടെ ആരെങ്കിലും ഒന്നും വിഷമിക്കണ്ട, അതിനൊരു പ്രശ്നമില്ല. നിങ്ങൾ ചെന്ന് ഇറങ്ങുമ്പോഴേക്കും അവിടെ വണ്ടി വരും, നിങ്ങളെ പിക്ക് ചെയ്യും, നേരെ അവർ കൊണ്ടുപോകും. അത്ര തന്നെ. പിന്നെ രാവിലെ ഇനി ഇവിടെ ഭക്ഷണം വെക്കാനും രാവിലെ വെക്കാൻ എവിടെയാ സമയം? 6 മണിയാകുമ്പോ പോണെങ്കിൽ പിന്നെ. അപ്പൊ എന്താ നാളെ? അവിടെ ഇഡലി ഉണ്ടാക്കാം, വേഗം ഉണ്ടാവൂലോ. അപ്പൊ ഒരു കാര്യം ചെയ്യാം, എല്ലാവരും കൂടി അവിടെ ഉണ്ടാക്കിയത്. അല്ല, ഇനി ഫ്ലൈറ്റിൽ നിന്ന് കിട്ടുവേട്ടാ ബ്രേക്ക്ഫാസ്റ്റ്. ഞാനില്ല കേട്ടാ, വല്ല ഇംഗ്ലീഷ് സാധനങ്ങളൊക്കെ. അങ്ങനെയൊന്നല്ല, ഇംഗ്ലീഷ് സാധനം. ചെന്നൈക്കുള്ള ഫ്ലൈറ്റ്. അന്ന് എന്റെ കുഞ്ഞമ്മ പോയില്ലേ ഡൽഹിക്ക്? തുടങ്ങി തള്ളു തുടങ്ങി. എന്താ കുഞ്ഞമ്മ പോയില്ലേ? ഇവളെ അമ്മയുടെ കൂടെ നിന്ന് നല്ലോണം തള്ളാൻ പഠിച്ചിട്ടുണ്ട്. വേറൊരു കാര്യം, നീ അധികം നേരം വർത്തമാനം പറയുകയും ചെയ്യാതെ ശരിക്കും പോയി കിടന്നുറങ്ങണം കേട്ടോ. ഉറപ്പൊഴിക്കാൻ നിൽക്കുകയും ചെയ്യണ്ട. ഫ്ലാസ്ക് ഉണ്ടോ? അതാ ഞാൻ ഓർത്തത്, ഫ്ലാസ്ക് കൊണ്ട് തരണേ. ചുടുവെള്ളം വേണമെങ്കിൽ കയ്യിൽ വെച്ചോ. ചുടുവെള്ളം തുള്ളും. ഹലോ, വാസലേ, ഞാനേ തങ്കമൊക്കെ ഇന്ന് പോവാണല്ലോ ചെന്നൈക്ക്. ഞാൻ അവരെ വിട്ടിട്ട് വരാം കേട്ടാ. ശരി, 7 പറഞ്ഞാൽ മതി, ഞാൻ വിളിച്ചില്ല. ഓക്കെ. എന്തിനപ്പ അവരെ വിളിക്കണേ? വണ്ടി വന്നാലേ അവർക്ക് പോകാൻ പറ്റൂ. എന്താ വണ്ടി വരാത്തത്? തങ്കം ഒന്ന് വാ തങ്കം. എപ്പോഴേ മക്കളെ പെട്ടി വിളിച്ച് സഹായിച്ചു കൊടുക്കാം അമ്മേ. എല്ലാം എടുത്തു. ഞാൻ വാതില് പൂട്ടണില്ലേ? മെല്ലെ.
ഇനി ഒന്നും എടുക്കാൻ മറന്നിട്ടില്ലല്ലോ? ഇല്ല ഇല്ല. ഒന്നുമില്ല. ആ തിരിച്ചറിയ കാർഡൊക്കെ എടുത്തില്ലേ? പിന്നെ ഡൈനിങ് ടേബിളും കുറച്ച് പാത്രം ഉണ്ട്, അതുകൊണ്ട് എടുക്കണം. ഫ്ലാസ്ക് എടുത്തോ? ഫ്ലാസ്ക് എടുത്തു. ഫ്ലാസ്ക് ചിക്കുവെള്ളം എല്ലാം എടുത്തിട്ടുണ്ട്. തിരിച്ചറിയ കാർഡൊക്കെ എടുത്തോ? വൈറ്റ് കാറുള്ളത് അതാ ചോദിച്ചു. തിരിച്ചറിയ കാർഡത്തിന് ഇതിപ്പോ ആരോ, ഇതിപ്പോ ലോകം മുഴുവൻ തിരിച്ചറിഞ്ഞ ഒരാളാ. പിന്നെ എയർപോർട്ടിൽ ചെന്നാ പിന്നെ അത് പറഞ്ഞാൽ മതിയല്ലോ. കുഴപ്പമില്ല, പിന്നെ എന്നെ അറിയാന്നുള്ള ഒരുപാട് ഒരു എയർപോർട്ടിലുണ്ട്. പിന്നെ പൈസ ഒക്കെ നീ സൂക്ഷിച്ച് വെക്കണം കേട്ടോ. നേരെ കേട്ടോ, എവിടെയും സൂക്ഷിച്ചു വെച്ചോ. എന്റെ കർത്താവ്, നിങ്ങളൊക്കെ പറയാനായിട്ടൊന്ന് ആദ്യമായിട്ട് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുന്ന ഒരാളാണെന്ന് ഞാനിന്ന്. ഈയിടെ ആദ്യമായിട്ട് പോകുന്നതല്ല ശരി, നിനക്കെല്ലാം അറിയാം. പക്ഷെ നീ പോണത് ചെന്നൈക്കാണ്. അത് കയ്യിൽ നിന്ന് എങ്ങനെയെങ്കിലും ആരെങ്കിലും മോഷ്ടിച്ചോണ്ട് പോകും, ഒന്നും പറയാൻ വയ്യല്ലോ. ചെന്നൈയിലും മനുഷ്യന്മാരല്ലേ. എടാ കാശെങ്ങാനും പോയി ഇങ്ങോട്ട് തിരിച്ചു വരണ്ടേ? എന്തെങ്കിലും പ്രശ്നം ഉണ്ടായി അതാ ചോദിക്കുന്നത്. തുടങ്ങി ഒരു വഴിക്ക് ഇറങ്ങുമ്പോൾ ഉടനെ വേണ്ടാത്ത ചിന്തകളാണ്. കാശ് പോകാൻ എന്താണ്, വെള്ളരിക്ക പട്ടണമെന്നല്ല, എനിക്കറിയാതൊക്കെ സൂക്ഷിക്കാൻ. തന്നെയല്ല, അവിടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ അവിടെ സാറുണ്ടല്ലോ അവിടെ. അതെ. പിന്നെ തങ്കം, എത്ര എന്തൊക്കെ ഇതുണ്ട് അവര് ചെയ്തു തരാന്ന് പറഞ്ഞു കഴിഞ്ഞാലും തിരിച്ചിങ്ങോട്ട് വീട്ടിലേക്ക് വരാനുള്ള പൈസ എടുത്ത് മാറ്റി വെച്ചു. അത് അവന്റെ കൈ കൊടുക്കണ്ട. ഇല്ല, അത് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. എന്റെ അളിയാ, നമുക്ക് ഇങ്ങോട്ടുള്ള ടിക്കറ്റ് എല്ലാം അവരല്ലേ തരണത്, പിന്നെ എന്തിനാണ് നമ്മൾ പൈസ കരുതണേ? എങ്ങാനും എന്തെങ്കിലും എങ്ങാനും തുടങ്ങി. നിന്റെ സ്വഭാവം വെച്ചിട്ടാ പറഞ്ഞത്. നീ അവിടെ ചെന്നിട്ട് ഇവരെ റൂമിലാക്കിയിട്ട് നാട് ചുറ്റാനും രാഷ്ട്രീയം കളിക്കാനും നടക്കരുത്. ഓ എനിക്കറിയാം എന്തോ ചെയ്യണമെന്ന്. അവിടെ പോയിട്ട് എനിക്ക് വേറെ ഇച്ചിരി പണിയുണ്ട്. സംവിധായകൻ്റെ അടുത്ത് ഞാൻ സംസാരിച്ച് എൻ്റെ ഒരു വേഷം അതിനകത്ത് ശരിയാക്കാനുണ്ട്. ആകെ പ്രശ്നം, നീ പോയാൽ മതിയായിരുന്നു കൂടെ. സത്യം പറഞ്ഞ ഇവന്റെ കൂടെ പറഞ്ഞാൽ എനിക്ക് തീരെ താല്പര്യമില്ല. അതെ, നിങ്ങളുടെയൊക്കെ ഉള്ളിലിരിപ്പ് എനിക്ക് മനസ്സിലായി. ഇവർക്ക് ഇവിടെ നേരത്തെ ഒരു ആവശ്യം, ഒരു ബാങ്ക് ലോണോ അല്ലെങ്കിൽ ഒരു എന്തെങ്കിലും ഒരു ആവശ്യത്തിന് ഇച്ചിരി കൂടെ പോകാൻ പറഞ്ഞാൽ ഒരൊറ്റ എണ്ണം പോകില്ല. ഇപ്പൊ അവർക്കൊരു നല്ലത് വന്നപ്പോൾ എല്ലാവർക്കും പോകാൻ ഭയങ്കര ഉത്സാഹമാണ്. 6 മണിക്ക് വണ്ടി വരാന്ന് പറഞ്ഞാണല്ലോ. ഇപ്പൊ സമയം എത്ര? 7 മണി അവനെ പോണേ. ഒന്ന് വിളിച്ചു നോക്ക്. ഞാൻ നേരത്തെ 2 പ്രാവശ്യം മിസ് കോൾ കൊടുത്തു, വെല്ലം കൊടുത്തു. അപ്പൊ ഇങ്ങോട്ട് വിളിച്ചില്ല. ട്രെയിനൊന്നല്ല അത് പോണത്, ഫ്ലൈറ്റിനാണ്. ഫോണ് അല്ല, ഇതില് പൈസ അല്ലേ നമ്പർ. എവിടെ ഫോൺ എടുത്ത്? അതെ, 2 പ്രാവശ്യം ബെല്ല് കൊടുത്തു, അതിനുള്ളതേ ഉള്ളൂ. ടിക്കറ്റ് നമുക്ക് അവിടെ അതൊക്കെ അവര് കൊണ്ടുവരും. വരുമ്പോ ടിക്കറ്റൊക്കെ അവര് നമുക്ക് കൊണ്ടുവരും. നമുക്ക് വണ്ടി വന്നിട്ടില്ല എന്ന് പറഞ്ഞു. ഇപ്പൊ സാറ് നമ്മള് ഇറങ്ങിന്ന് വിചാരിച്ചിരിക്കുകയാണെങ്കിലോ? അതെങ്ങനെ മുടി ഈ കുട്ടീനൊന്നും അങ്ങോട്ട് കൊണ്ടുവിടുന്നില്ല. ഇപ്പൊ ഒരാഴ്ചയൊക്കെ എടുക്കുമെങ്കിൽ അതിന്റെ ക്ലാസ് ഒക്കെ അവള് ലീവില്ല. അതിൽ കറങ്ങി അടിച്ചു പൊളിച്ചിട്ട് വാ, നന്നായി വരും. പെട്ടെന്ന് വരാൻ പറയാ. മറ്റേ അവൻ അന്ന് വന്നവൻ ഒരു ഉഴപ്പന, അവനെ കണ്ടാൽ തന്നെ അറിയാം. അവര് കൂടെ വന്നില്ലേ? மியூசிக் டைரக்டர் எஸ்பி தியாகு பேசுறேங்க. யாருங்க? சார் வணக்கம் சார். வணக்கங்க. யாருங்க பேசுறீங்க? நான் கேரளாவுன்னு பேசுறேன். அந்த சிங்கர் தங்கம், ஸ்மியூல் சிங்கர் தங்கம் இல்லையா, அவரோட பிரதர். புரியுது புரியுது புரியுது. இன்னைக்கு ரெக்கார்டிங் சார். എതുക്ക് വണ്ടി വന്നില്ല സാർ? വണ്ടി റെക്കോർഡിങ്ങിന് പോകാനുള്ള വണ്ടി വന്നില്ല. 6 മണിക്ക് വരുന്ന சொன்னது. റെഡിയാണ്, ഞങ്ങൾ റെഡി. പക്ഷെ വണ്ടി വരலையே சார். அது வந்து சார், நான் கொஞ்சம் பேசுறது நீங்கள் கொஞ்சம் அமைதியாக கேட்கணும் சார். சார் வந்து கொஞ்சம் பிரச்சனை இருந்தது. அந்த தங்கச்சியோட வாய்ஸு நமக்கு நல்லா பிடிச்சது. இங்கே ப்ரொடியூசர்கிட்ட சொல்லி கொடுத்து அவங்களுக்கு எல்லாமே காமிச்சு அவங்களுக்கு எல்லாம் பிடிச்சிட்டே இருந்தது. அதனால் கொஞ்சம் இடையில கொஞ்சம் பிரச்சனை வந்தது சார். அவங்க ஹஸ்பண்டை கூப்பிட்டுட்டு வந்து பைசைக்காக பார்கெயின் பண்ணுறாங்க. அங்கே 2 lakh rupees கேட்குறாங்க சார். என்ன சார் இது, ஒரு நியாயம் வேணாமா? புதுசாக ஒராக்கு சான்ஸ் கொடுக்க வேண்டியிருக்கு. அப்போ அதுக்காக முயற்சி பண்ணும்போது இவ்வளோ காசு கேட்க முடியுமா? அந்த சித்ராம்மா போலும் எனக்கிட்ட என்னைக்கும் இந்த மாதிரி பார்கெயின் பண்ணி பேசியிருக்கு சார். அவங்க வாய்ஸும் வந்து நல்லா இருக்கிறது, நல்லா பாடுறாங்க சார். ஆனால் அவங்க ஹஸ்பண்ட் ரொம்ப மோசமாக பேசுகிறேங்க சார். என்ன சார் நியாயம் இருக்கக்கூடாதா? அதனால வந்து இந்த படத்தில் வந்து அவங்கள அக்காமடேட் பண்ண முடியல சார். சார் அது சார் அவருக்கு ஒரு சான்ஸ் கொடுக்கணும் சார். ரொம்ப ரிஸ்க்கு சார். ஏதாவது பட்ஜெட் இருக்கிற படம் வந்துச்சுன்னா நான் கொஞ்சம் பார்த்துப்போம், அவ்வளோ சொல்ல முடியும் சார். எனக்கு ஹெல்ப்லெஸ் சார். என்னோட தங்கச்சிக்கு ஒரு சான்ஸ் கொடுக்கணும் சார், ப்ளீஸ் சார். அவங்க நல்லா பாடுறாங்க, நீங்கள் தங்கச்சி நல்லா பாடுறாங்க சார். நீங்கள் ஞாபகம் வச்சுக்கோ, அந்த அவங்க ஹஸ்பண்ட் வந்து ரொம்ப மோசம் சார். அவங்கள கூட வச்சு பேச வச்சுட்டுன்னா இன்றைக்கும் அவங்க வாழ்க்கையிலே அவங்களுக்கு ஒரு சான்ஸ் கிடைக்க மாட்டேன் சார். அவங்க கொஞ்சம் ஞாபகம் வச்சுங்க சார். நீங்கள் சீரியஸாக அதை எடுத்துக்கணும் சார். സാർ പ്ലീസ് സാർ. ഞാൻ சொல்லியிருക്കില്ലേ സാർ, ഹെൽപ്ലെസ് സാർ. നമുക്ക് പറയാറില്ലെങ്കിൽ ഞാൻ പറയാൻ തമ്മില്ല. അമ്മാവിൻ്റെ കൂടെ അമ്മാവും സംസാരിക്കും. ഓക്കെ ഓക്കെ. എന്തുണ്ടായിടാ? എന്താ പറഞ്ഞേ? ഒന്നും അറിയാത്ത പോലെ നിൽക്കണവൻ.
നീ എന്താ കാണിച്ചേ? എടാ എന്തിനാടാ നിന്നൊക്കെ പറയണത്? ഇതൊക്കെ പൈസ കൊടുത്താ കിട്ടുന്നതാണോ ഈ അവസരങ്ങള്? ആണോ? അതിലിപ്പോ ഞാൻ എന്ത് ചെയ്തു? നിനക്കൊന്നും അറിഞ്ഞൂടെ? എന്ത്? നിനക്കൊന്നും അറിഞ്ഞൂടെ? എന്തുണ്ടായി അത് പറ. നീ എന്താ കാര്യം എന്താ വെച്ചാ പറയാ, ചുമ്മാ ആവശ്യമില്ലാതെ. ഏട്ടാ എന്താ വണ്ടി വരാത്തേന്ന്? അവരെന്താ പറഞ്ഞേ? നിനക്ക് അതിനുള്ള യോഗമില്ല മോളെ. നീ ആ മോഹണ് മാറ്റി വെച്ചു. അതെന്ത് വർത്താനം അവര് പറയണേ? കുട്ടികളെ മോഹിപ്പിച്ചിട്ട് അങ്ങോട്ട് ചെല്ലാന്ന് പറഞ്ഞിട്ട് പിന്നെ വണ്ടി ഇവിടെ പറഞ്ഞിട്ട് പൊന്നാരം കളിക്കാം. അവര് പറഞ്ഞു വെച്ചിരിക്കുന്നത് ശരിയല്ലല്ലോ. അമ്മാവാ, ഈ വന്നല്ലേ രാത്രി വിളിച്ചിട്ട് അവരോട് ബാർഗെയിൻ ചെയ്തിരിക്കുന്നത് പൈസ വേണമെന്ന് പറഞ്ഞിട്ട്. അല്ല അത് പൈസ എന്ന് പറഞ്ഞാൽ ഞാൻ അങ്ങനെ പൈസ ആയിട്ടല്ല, നമ്മ അങ്ങോട്ട് വരികയല്ലേ, അപ്പൊ ചെലവിന് എന്തെങ്കിലും പൈസ തരുമോന്ന്. ചെലവിനാ നിനക്ക് 2 ലക്ഷം രൂപ? 2 ലക്ഷം റുപ്യ? ആ 2 ലക്ഷം റുപ്യ. ഇവരോട് പൈസ വെക്കേണ്ട വല്ല കാര്യമുണ്ടാ? എടാ ഇതൊരു ചാൻസ് ആയിട്ട് കിട്ടട്ടെ, ഇതൊരു ചാൻസ് ആണെന്നല്ലേ നമ്മൾ വിചാരിച്ചത്. അല്ല അത് തങ്കം, ഞാൻ പൈസ എന്ന് പറഞ്ഞാൽ അങ്ങനെ ചോദിച്ചില്ല. 2 ലക്ഷം രൂപ ഇല്ലെങ്കിൽ ഞങ്ങൾ അങ്ങോട്ട് വരില്ല എന്ന് പറഞ്ഞവന്ന്. 2 ലക്ഷം റുപ്യ? അല്ല, നമ്മളൊരു വഴിക്ക് വരെയല്ലേ. വെറുതെ പാടാൻ ആളുകളുണ്ടെന്ന്, വെറുതെ പാടാൻ ആൾക്കാരുണ്ട്. ആ കുട്ടിക്ക് ഒരു നല്ല അവസരം കിട്ടിയത് തൊലച്ചില്ലടാ നീ. അമ്മ ഞാൻ അങ്ങനെ പൈസ ചോദിച്ചില്ല, ചെലവിന് എന്തെങ്കിലും ചെലവിനാണോ നിനക്ക് 2 ലക്ഷം രൂപ? അല്ല അപ്പൊ അത് വേറൊന്നുമല്ല അമ്മാവ, അവര് തരാന്നും പറഞ്ഞു എന്നോട് ഇന്നലെ. അവര് തരാന്ന് പറഞ്ഞു പിന്നെ വരാണ്ടിരിക്കുക അവര്. ഞാൻ അയാളോട് സംസാരിച്ചപ്പോ 2 ലക്ഷം രൂപ തരൂലെന്ന് ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞു ഞാൻ യോസിക്കട്ടെ തരാം നമ്മളായിട്ട് യോജിക്കണമെന്ന് പറഞ്ഞു, തരാന്ന് പറഞ്ഞു. പോത്തെ യോസിക്കറേ എന്ന് പറഞ്ഞ് ആലോചിക്കട്ടെ എന്നാണ്. അവര് അവസാനം ആലോചിച്ചു, വേറെ പാട്ടുകാരെ വെച്ചു, ഇവിടെ പുറത്താക്കി. എല്ലാവരെയും പാട്ട് കേൾപ്പിച്ചു. വിക്രം പാട്ട് കേട്ടു, ബാക്കി അതിന്റെ പ്രൊഡ്യൂസർമാര്, ബാക്കിയുള്ള എല്ലാ ആളുകളും പാട്ട് കേട്ടു. എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായി. ഈ ഒരു ഒറ്റ കേസിന്റെ മുകളിലാണ് ഈ സംഗതി പോയതമ്മാവ. അല്ല ഇനിയിപ്പോ എന്തോ വിഷമുണ്ടോ? ഭയങ്കര വിഷമുണ്ട്. 2 ലക്ഷം റുപ്യ വെച്ചിരിക്കാത്ര പൈസയാണ് നിനക്ക് വരുന്നത്. ഞാൻ ഒന്ന് വിളിച്ച് സംസാരിക്കട്ടെ. നീ വിളിച്ച് സംസാരിക്കൊന്നും വേണ്ട. പൈസ കൊടുത്താൽ കിട്ടുന്നതല്ല ഈ അവസരങ്ങൾ, അറിയാം നിനക്ക്? ഇതൊക്കെ പ്രതീക്ഷിച്ച് വന്നതാ, വെറുതെ മനുഷ്യന്റെ. അതെ തങ്കം, ഞാൻ അവിടെ ഒന്ന് വിളിച്ച് അതെ, അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അതിന്റെ കൂട്ടറ യോഗാണ്. നീ ഇപ്പൊ ഇവള് പാട്ട് പാടിയിട്ട് ആ കാശ് കൊണ്ട് ജീവിക്കാൻ വേണ്ടിയിട്ടില്ലേ രാഷ്ട്രീയത്തിനൊക്കെ പോകാണ്ടിരിക്കുന്നത്? ഇറങ്ങിക്കോ. ഇവിടെ ആ നാട് റോട്ടിലെ നിർത്തിയിട്ട് ഇങ്ങനെ പാട്ട് പാടിക്കാം. നീ ഇങ്ങനെ മുമ്പിൽ ഒരു തുണി മിരിച്ചിട്ട് വയറ്റത്തടിച്ച് ഇങ്ങനെ കൈ കാട്ടിന്നു, ഇഷ്ടം പോലെ കാശ് കിട്ടും. നിനക്കൊക്കെ അതാടാ പറഞ്ഞിട്ടുള്ളൂ, തെണ്ടി തിന്ന. Alien versus Alien.